ജഗന്മോഹനനെ കൃഷ്ണ. ജഗന്മോഹനനെ കൃഷ്ണ എന്ന കൃതിയിൽ ലോകത്തെ മോഹിപ്പിക്കുന്ന ശ്രീകൃഷ്ണനെയും മഹാവിഷ്ണുവിൻ്റെ മഹിമയെയും സ്തുതിക്കുന്നു. മത്സ്യം മുതൽ കൽക്കി വരെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ഭാവസൂചനകളിലൂടെ സ്മരിപ്പിച്ച് അവയുടെ മഹിമ അനുസ്മരിപ്പിച്ചുകൊണ്ട് നൃത്തം മുന്നോട്ടു നീങ്ങുന്നു. ഈ കൃതിയിൽ വാമനാവതാരമാണ് പ്രധാനമായി അവതരിപ്പിക്കുന്നത്. അസുര രാജാവായ മഹാബലി തൻ്റെ യാഗത്തിൽ ഏവർക്കും ദാനം നൽകുന്ന സമയത്ത് വിഷ്ണു ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ വാമനനായി അവൻ്റെ മുമ്പിലെത്തുന്നു. വാമനൻ വിനീതമായി 3 അടി ഭൂമി മാത്രം ദാനം ചോദിക്കുന്നു. മഹാബലി അതിന് സമ്മതിക്കുന്നു. ആ സമയത്ത് വാമനൻ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം സ്വീകരിക്കുന്നു. ഒരു കാൽ വെച്ച് ഭൂമിയെ മുഴുവൻ അളക്കുന്നു. രണ്ടാമത്തെ കാൽ വെച്ച് ആകാശവും അളക്കുന്നു. പിന്നെ 3-ാമത്തെ കാൽ എവിടെ വയ്ക്കാം എന്ന് ചോദിക്കുമ്പോൾ മഹാബലി തൻ്റെ വാക്ക് പാലിക്കാനായി ശിരസ് കുനിച്ചു നിൽക്കുന്നു. തൻ്റെ കിരീടം മാറ്റി തൻ്റെ തലയിൽ വയ്ക്കുക എന്ന് സമർപ്പിക്കുന്നു. വാമനൻ അവൻ്റെ തലയിൽ കാൽ വെച്ച് അവനെ പാതാളത്തിലേക്ക് അയക്കുന്നു. പക്ഷേ മഹാബലിയുടെ ഭക്തിയും സത്യനിഷ്ഠയും കണ്ട് വിഷ്ണു അവനെ അനുഗ്രഹിക്കുന്നു. ഈ കഥ ഭാവാഭിനയത്തോടെയും ഭക്തിരസത്തോടെയും അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്ത ആവിഷ്കാരമാണ് ജഗന്മോഹനനെ കൃഷ്ണ. രാഗം രാഗമാലിക, താളം ആദി. വേദിയിൽ നന്ദിത ജോർജ്, വൈഗ സുധീഷ്, അന്നു ജിഷോർ, അവന്തിക രാജീവ്, ദേവനന്ദ എസ് നായർ, പത്മ അരുൺ, ശ്രേയ സുനിൽ, ജാനകി സിജു. ജഗന്മോഹനനെ കൃഷ്ണ, ജഗന്മോഹനനെ കൃഷ്ണ, ജഗവനെ പാലുപനെ, ജഗന്മോഹനനെ കൃഷ്ണ, ജഗന്മോഹനനെ കൃഷ്ണ, ಭೂಮಿಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದವ ಭೂಮಿಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದವಲಿ ಸಿರದಳಿಗೇಟೆ ಒಂದು
ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದವ ಭೂಮಿಯಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದವ ಭೂಮಿಯಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದವ ಭೂಮಿಯಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದ ಭೂಮಿಯಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ನವನಳೆದು ಒಂದು ಪಾದವ ಭೂಮಿಯಲೂರಿ ಮತ್ತೊಂದು ಪಾದಗಿ ಗಗನವನಳೆದು ಒಂದು ಪಾದವಲಿ ಸಿರದಲ್ಲಿ ಇಟ್ಟೆ ಒಂದು ಪಾದವಲಿ ಸಿರದಲ್ಲಿ ಇಟ್ಟೆ ಒಂದು ಪಾದವಲಿ ಸಿರದಲ್ಲಿ ಇಟ್ಟೆ ಇಂದ ವಿದ್ಯವನ್ನು ಎಲ್ಲಿ ಕಲಿಪೆಯೋ ಇಂದ ವಿದ್ಯವನ್ನು ಎಲ್ಲಿ ಕಲಿಪೆಯೋ ರಂಗ ಜಗನ್ಮೋಹನನೇ ಕೃಷ್ಣ ಜಗವನೆ ಪಾಲುವನೇ ಜಗನ್ಮೋಹನನೇ ಕೃಷ್ಣ ಜಗವನೆ ಪಾಲುವನೇ ಜಗನ್ಮೋಹನನೇ ಕೃಷ್ಣ ಎಂತೆನ್ನಿ ಗುಣಿಮ ಗುಣಗಣ ಪೊಗಡನು ಇಂದ್ರಾದಿಗಳಿಗೆ ಅಳ